ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാണാം. ഫാമിലിയുടെ കൂടെ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുക. അപ്പൊ അവരെല്ലാം പുറത്തു പോകുന്നതുകൊണ്ട് ഞാനും കൂടെ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും, അവരുടെ കൂടെ കുറച്ച് കറങ്ങാനും പറ്റും. അപ്പം നമുക്ക് റെഡിയാവാം. നിന്റെ തല എന്റെ വീടൊക്കെ ഞാൻ ഫുള്ള് റെഡിയായി. അമ്മ ഭയങ്കര ബഹളം ഇവിടെ റെഡിയാകാൻ താമസിച്ചത് തോന്നി. ശരിക്കും ടൗണിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ബാങ്കിൽ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പോകണം. അതുപോലെ തന്നെ പാറുവിന് പല ആശുപത്രിയിലൂടെ പോകണേ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വയൽ ഹോസ്പിറ്റലിൽ ഞാനും പാറു ഇറങ്ങി. കാരണം ബാങ്കിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം അമ്മയും അച്ഛയും നേരെ ബാങ്കിലോട്ട് പോട്ടെ എന്ന് ഓർത്ത് ഞാനും പാറു ആദ്യം തന്നെ ഡെന്തൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് പാറുവിൻ്റെ പല്ലൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ അച്ഛയുടെയും അമ്മയുടെയും കൂടെ ബാങ്കിൽ ചെന്നേ. കാരണം ബാങ്കിൽ നല്ല പോസ്റ്റ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം അത്രയും തിരക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിൻ്റെ കാര്യമല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് കുറേ ടൈം അവിടെ വേസ്റ്റ് ആവും നമുക്കറിയാവുന്നതുകൊണ്ടായിരുന്നു. നമ്മൾ ആദ്യം വയൽ ഹോസ്പിറ്റലിൽ കയറി പാറുവിൻ്റെ പല്ലൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നേരെ ബാങ്കിലോട്ട് പോയത്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ബാങ്കിൽ പോയി അന്യായ പോസ്റ്റായിരുന്നു. കുറച്ച് നേരമൊന്നുമല്ല, കുറച്ചധികം നേരവും ഞങ്ങൾ ഇതേ ബാങ്കിൽ തന്നെ ഇരിക്കേണ്ടി വന്നേ. ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി കയറി. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം. അമ്മ ഫുഡ് കഴിക്കാൻ പോവാമേ. അങ്ങനെ കുഴിമന്തിയും അതുപോലെ തന്നെ ബിരിയാണിയും അൽഫാമും പിന്നെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൽസാണ്. അതുകൊണ്ട് അച്ഛയ്ക്ക് മീൽസും ഒക്കെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയായിരുന്നേ, എല്ലാവരും കൂടെ പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനേ. എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാണ് മിസ് ചെയ്യുന്ന ഓർത്തോട്ടോ ഞാൻ ഇവരുടെ കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് അക്ഷയ സെൻറ്ററിലാണ്. കാരണം പാറു ഈ വർഷം SSLC ആയതുകൊണ്ട് അവളുടെ ആധാർ കാർഡ് ഒന്ന് പുതുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അക്ഷയ സെൻറ്ററിൽ വന്നത്. ഫുള്ള് ചുറ്റി ചുറ്റി നടന്ന് മടുത്ത് അത്രയും. അയ്യോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റാ.